Now, we have a very special guest who has captured the hearts of many through the digital world. She proves that creativity knows no bounds. Please welcome our special guest, the vibrant blogger, Kumari Aisha Anadis, for her special address. വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ബഹുമാന്യരായ ടീച്ചേഴ്സ്, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സക്സസ് പബ്ലിക് സ്കൂളിൻ്റെ ആനുവൽ ഡേ പ്രോഗ്രാമിലേക്ക് എന്നെയും കൂടി ക്ഷണിച്ചതിലും ഇവിടെ വരാൻ കഴിഞ്ഞതിലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിലും ഒത്തിരി ഒത്തിരി സന്തോഷം. അതിനാദ്യം തന്നെ ഈ സ്കൂൾ മാനേജ്മെൻറ്റിനോടും PTA കമ്മിറ്റിയോടും നിങ്ങളെല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുകയാണ്. കൂട്ടുകാരെ, എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പിയാണോ? ഓക്കെ, എന്നെ എല്ലാവരും നല്ലൊരു ക്ലാപ്പ് ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഞാൻ എന്തിനാ ഇവിടെ വന്നേന്നറിയോ? നിങ്ങളെയൊക്കെ കാണാനാ. പക്ഷെ നിങ്ങൾ മകളിലായിട്ടില്ല. ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നതാണ്. എന്തായാലും കുഴപ്പമില്ല, അവിടെ ഇരുന്നു. ഇന്ന് നമ്മുടെ ആനുവൽ ഡേ അല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? നിങ്ങൾ നന്നായി പഠിക്കുന്ന മിടുക്കന്മാരും മിടുക്കനൊക്കെ ആണെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? നിങ്ങളുടെ സ്കൂളിന്റെ പേരെന്താ? സക്സസ് പബ്ലിക് സ്കൂൾ. അപ്പോ പേര് പോലെ തന്നെ നിങ്ങളുടെ പഠനം സക്സസ് ആയിരിക്കും, അല്ലേ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ പഠിപ്പിക്കുന്നേ, അല്ലേ? അതുകൊണ്ട് എന്താ വേണ്ടേ? എല്ലാ ടീച്ചർമാരെയും ഇഷ്ടപ്പെടുക, എല്ലാ സബ്ജക്റ്റിനെയും സ്നേഹിക്കുക. ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ കഷ്ടപ്പെടേണ്ടി വരില്ല. ഓക്കേ? ഇനി നിങ്ങൾക്ക് പഠിച്ച് വലുതായതിനു ശേഷം ആരാകാൻ ആഗ്രഹം? ഡോക്ടർ, പിന്നെ ടീച്ചർ, എഞ്ചിനീയർ, കളക്ടർ, അങ്ങനെ കുറേ സ്വപ്നങ്ങളുണ്ടല്ലേ? അതൊക്കെ നടക്കട്ടെ. ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതായിരിക്കണം സ്വപ്നം എന്ന് ആരാ പഠിപ്പിച്ചേ? ബഹുമാനപ്പെട്ട APJ അബ്ദുൽ കലാം സാർ. സ്വപ്നങ്ങൾ കാണണം. ഇനി മുതൽ ആരാകാൻ ആഗ്രഹമെന്ന് നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ പറയണം, എനിക്ക് നല്ലൊരു മനുഷ്യനായാൽ മതിയെന്ന്. കാരണം ഒരു നല്ല മനുഷ്യനെ ഒരു നല്ല ഡോക്ടർ ആകാൻ പറ്റും, ഒരു നല്ല മനുഷ്യനെ നല്ല എഞ്ചിനീയർ ആകാൻ പറ്റും, ഒരു നല്ല മനുഷ്യനെ നല്ല കളക്ടർ ആകാൻ പറ്റും, ടീച്ചർ ആകാൻ പറ്റും. അപ്പോ നല്ല മനുഷ്യനാവുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. ഓക്കേ? ഇനി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ? നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കേ, ഞാൻ 4ലാണ് കേട്ടോ പഠിക്കുന്നത്. ഇനി ഞാൻ ഒരു കണക്ക് ചോദ്യം ചോദിക്കാം. നിങ്ങൾക്ക് കണക്ക് ഇഷ്ടമാണല്ലോ. നിങ്ങളൊരു ബസ് ഓടിക്കുന്നു വിചാരിക്കാം. വണ്ടി 2 കിലോമീറ്റർ ഓടിയപ്പോ 4 പേര് കയറി. വീണ്ടും 3 കിലോമീറ്റർ ഓടിയപ്പോ 6 പേര് കയറി. 5 കിലോമീറ്റർ എത്തിയപ്പോ 2 പേര് ഇറങ്ങി. ചോദ്യം ഇതാണ്, എന്നാൽ ഡ്രൈവറുടെ വയസ്സ് എത്ര? ഉത്തരം അറിയാവുന്നവരെ വിളിച്ചു പറയുന്നത് കൈ പൊക്കിയാൽ മതി, ഞാൻ ചോദിക്കാം. പേരൻസിന് പങ്കെടുക്കാട്ടോ. ആർക്ക്
then we will